ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഒരു സ്പ്രിംഗ് ഒനിയൻ വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്, മുട്ടയും ചേർത്തിട്ട്. ഒരു പിടിയോളം സ്പ്രിംഗ് ഒനിയൻ ഉണ്ട്, 2 മുട്ട, തേങ്ങ, സവാള, വറ്റൽമുളക്, വെളുത്തുള്ളി. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സവാള മുളച്ച് വരുന്ന സവാള ഉണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി. കണ്ടോ, ഇതുപോലെ. ഞാനിത് മുറിച്ചെടുത്തപ്പോഴേക്കും അടുത്തതൊരെണ്ണം പാകമായി വരുന്നുണ്ട്. അപ്പോൾ 2-3 സവാള നമ്മൾ ചെറിയ കപ്പിലാക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെ കിട്ടും. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം തന്നെ ഈ സവാളയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം, സ്പ്രിംഗ് ഒനിയനും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു കടായി വയ്ക്കുക. കടായി നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റാം. അതിനുശേഷം അതിലേക്ക് വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ, ഒരു പിടിയോളം മതി സ്പ്രിംഗ് ഒനിയൻ, അത് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. സ്പ്രിംഗ് ഒനിയൻ്റെ അളവ് അധികം കൂടണ്ട, കാരണം അതിനൊരു ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഈ അധികം സ്പ്രിംഗ് ഒനിയൻ്റെ അളവ് കൂടിക്കഴിയുമ്പോഴേക്കും ആ ഗ്യാസിൻ്റെ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കും. അത് അത്ര സുഖമുള്ളൊരു ടേസ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കൊരു പിടിയോളം മതിയാവും സ്പ്രിംഗ് ഒനിയൻ. സ്പ്രിംഗ് ഒനിയനും ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഓർഗാനിക് ഫാമിൽ നിന്ന് വാങ്ങിച്ചൊരു മുട്ടയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അളവ് കുറവാണ്. നമ്മൾ നാടൻ മുട്ടയ്ക്കൊക്കെ എപ്പോഴും ചെറുതായിരിക്കുമല്ലോ, അളവ് കുറവായിരിക്കുമല്ലോ. വൈറ്റ് ലെഗ് ആണെങ്കിൽ 1 മുട്ട മതിയാകും. ഇവിടെ ചെറിയ മുട്ടയായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുട്ട ചേർത്ത ശേഷം എപ്പോഴും കയ്യിലെടുക്കാതെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇവിടെ 1 മുറിയുടെ പകുതി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചെറിയ തീയിലിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ മതി. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പം നല്ല ഡ്രൈ ആയിട്ട് നമുക്കിത് ഈ ഉലർത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടാണ് ഈ തോരൻ നമുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. കണ്ടോ, ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്, ഒരു ഒലത്താണ്. ഒരു ചാറുകറിയും ഈ ഒരു ഒലത്തൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ലഞ്ചിന് ഊണ് കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. കറക്റ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കൂടെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.